ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കറി ലീവ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മൾ റെസിപ്പി ഒരു ബാച്ചിലർ റെസിപ്പി ആയിട്ട് തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് ഒരു 15 മിനിറ്റിനകത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബിരിയാണിയാണ്. ബാച്ചിലേഴ്സിന് മാത്രമല്ല, വർക്കിംഗ് വിമൻസിനും ഒക്കെ ജോലിക്ക് പോകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ലഞ്ച് ബോക്സിൽ കൊച്ചുങ്ങൾക്ക് കൊടുത്തയക്കാനും പറ്റിയ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പേ ആയിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പം തന്നെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു 3 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ അരി വേവിക്കാനായിട്ടുള്ള വെള്ളമാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ഗ്രാമ്പും കറുവപ്പട്ടയും കൂടെ ഇട്ട് കൊടുക്കണം. അത് ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് അരി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എടുക്കുന്നത് 3/4 കപ്പ് ബസ്മതി റൈസ് ആണ്. അപ്പോൾ ഇത് കഴുകി ഊറ്റി വെച്ചിരുന്നതാണ്. ഇതിവിടെ കിടന്ന് വേവട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു ചുവട് കട്ടിയുള്ള പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. അത് അടുപ്പിൽ വെക്കുക. ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഒരു പകുതി സവാള അരിഞ്ഞു വെച്ചത്, വലിയ സവാളയുടെ പകുതി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി വരുമ്പോഴത്തേക്കും ഈ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരും. അപ്പം നമുക്ക് ഒരു പകുതി തക്കാളി അരിഞ്ഞു വെച്ചതും കൂടെ ഇതിൽ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം ഇതാ സവാളയുടെ കളറൊക്കെ മാറി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തക്കാളി ചേർക്കുകയാണ്. ഇനി ഇതും കൂടെ കുറച്ച് നേരം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് സമയം ഇളക്കി ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത് 3ഉം കൂടെ പേസ്റ്റ് ആക്കി വെച്ചത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇതാ ഇത് രണ്ടും കൂടെ മിക്സായി നന്നായിട്ട് വാടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്. ഞാനൊരു 6 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത്. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കൂടുതൽ പച്ചമുളകൊക്കെ എടുക്കാം. ഞാനിവിടെ ചെറിയ ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത്. 3/4 കപ്പ് അരിയല്ലേ എടുത്തുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള മസാലയാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് അതിനെ ചൂടാക്കി എടുക്കാം. ഈ മസാലകളെല്ലാം നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് 2 മുട്ട കുറച്ച് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഈ മുട്ട മിക്സ് ചെയ്യുമ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം ചോറിലും മസാലയിലും നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ചേർക്കുക. ഇനി ഈ മുട്ട നന്നായിട്ടൊന്ന് ചിക്കി പൊരിച്ചെടുക്കണം. അപ്പം അത് നമ്മൾ ഒഴിച്ച ഉടനെ തന്നെ അത് നന്നായിട്ട് ഇളക്കണം. എങ്കിലേ അത് പൊടി പൊടിയായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ വലിയ വലിയ പീസുകളായി പോകും. അപ്പം അങ്ങനെ ആവാതിരിക്കാനായിട്ട് നമ്മൾ ഇട്ട ഉടനെ തന്നെ അതിനെ ഇളക്കി കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആവുന്നവരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് റൈസ് ചേർക്കാം. ഈ മസാല റെഡിയാക്കാനായിട്ട് 10 മിനിറ്റേ എടുത്തിട്ടുള്ളൂ. അത് നമുക്ക് ചോറ് വേവുന്ന നേരം കൊണ്ട് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പം ഇതാ ആ സമയം കൊണ്ട് ഇവിടെ ചോറ് വെന്തിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു 12 മിനിറ്റൊക്കെ ചോറ് വേവാനായിട്ട് എടുത്തുള്ളൂ. അപ്പം ഇതിനെ നമുക്കൊന്ന് ഊറ്റിയെടുക്കാം. അപ്പം ഈ ചോറിൽ നിന്നും വെള്ളമൊക്കെ പോയതിന് ശേഷം നമുക്ക് മസാലയിലോട്ട് ചേർത്ത് കൊടുക്കുക ഇതിനെ. ഇനി ഈ ചോറും ഈ എഗ് മസാലയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ നെയ്യും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പം നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി. ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബിരിയാണി റൈസ് ബസ്മതി റൈസ് തന്നെ വേണമെന്നൊന്നുമില്ല. ഏത് ബിരിയാണി റൈസ് ആയാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ബിരിയാണി റൈസ് ഇല്ലെങ്കിൽ നമ്മൾ വേവിച്ച് വെച്ച ചോറുണ്ടായാലും മതി. അത് ഇതുപോലെ ഈ മസാലയിൽ മിക്സ് ചെയ്താലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അവസാനം ഇത്തിരി മല്ലിയിലയും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പം ഈ ബിരിയാണി നല്ല ടേസ്റ്റി ആവും. ഈ ടേസ്റ്റി ബിരിയാണിയുടെ കൂടെ സൈഡ് ഡിഷ് ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ടൊമാറ്റോ കെച്ചപ്പും പിന്നെ സവാളയുടെ ഒരു നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷും കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്